ദേവസ്വം വകുപ്പിന് ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ തസ്തിക സൃഷ്ടിച്ചിട്ട് അവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ച ഈ KR പ്രദീപിനെ ദേവസ്വം മന്ത്രി പോലും അറിയാതെ നിയമിക്കുന്നു. ഇനി രാജിവെച്ചാൽ പോലും ഇയാൾ നിയമിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ കിടക്കും. അതിനെപ്പം മറുപടി അറിയണമെന്നുള്ളത് സമയം തീരുമാനിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ വേറൊരു തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. അയാൾ അഗ്രസീവായിട്ട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു, ഇയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നെ പിണറായി വിജയന് ബദലാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തുടരുന്ന നിങ്ങൾ പറയുകയാണ് ഞാൻ പിണറായി വിജയന് ബദലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? 102 സീറ്റ് തന്ന ജനങ്ങളോടുള്ള നമ്മളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും നിഴലിക്കണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ വലിയ ആഘാതമേറ്റ മുന്നണിയാണ് ഇടതുമുന്നണി. അതിനുശേഷമുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും അവർക്ക് ഒന്നിനു പിറകെ ഒന്നായി വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു. അങ്ങനെ ചത്ത് മലച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു LDFിൻ്റേത്. പക്ഷേ വളരെ വലിയ മാൻഡേറ്റോടുകൂടി അധികാരത്തിൽ വന്ന UDFിൻ്റെ ഭാഗത്തു നിന്നും, UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നടപടികൾ LDFിന് ജീവൻ പകരുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവമായി നമുക്ക് മുന്നിലുള്ളത് ദേവസ്വം വകുപ്പിൻ്റെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കപ്പെട്ട KB പ്രദീപിൻ്റെ വിഷയമാണ്. അദ്ദേഹം വിമർശനത്തെ തുടർന്ന് രാജിവെച്ചു എങ്കിൽ തന്നെയും ഈ വിഷയം ചത്തുകിടന്ന CPMന് ആയുധം കൊടുത്തിരിക്കുകയാണ്, ജീവൻ കൊടുത്തിരിക്കുകയാണ് എന്ന നിരീക്ഷണമാണ് ഉയർന്നത്. നമ്മോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? അതായത് സ്വർണ്ണക്കൊള്ള നമുക്കറിയാം എത്രത്തോളം വലിയ വിവാദമാണ് ഉയർത്തിയത്. അത് ഇടതുപക്ഷത്തിന് കൊടുത്ത തിരിച്ചടി ചില്ലറയല്ല. ആ വിഷയത്തിൽ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് സ്മാർട്ട് ക്രിയേഷൻസ്. ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായി വന്ന പ്രദീപിനെ ഈ സർക്കാർ വന്നപ്പോൾ, UDF സർക്കാർ വന്നപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു പോസ്റ്റിലേക്ക് നിയമിച്ചു. എങ്ങനെ കാണാം ഇത് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി വന്നതായിരിക്കുമോ? അതായത് അഭിഭാഷക അസോസിയേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ ന്യായീകരിക്കും അവർ? ഇതിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പൊതുവിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇതിനകത്തേക്ക് വരാൻ. നമുക്കറിയാം, കഴിഞ്ഞ 2 ടേം കേരളം ഭരിച്ചിരുന്ന ഒരു ഏകാധിപത്യ ഭരണത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ നടത്തിയ ഒരു പോരാട്ടം, ഒരു ഉയർത്തെഴുന്നേൽപ്പിട്ട്, ഒരു അപ്ഹീവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു വീറും വാശിയും അല്ല ഇത്തവണ ഉണ്ടായിരുന്നു. ശക്തമായ ഒരു അപ്രൈസിംഗ് ആയിരുന്നു. മനസ്സിലായില്ലേ? 2 ടേം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യമായിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള, ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഭരണത്തിനെതിരെ UDFിൻ്റെ പാർട്ടികളും അണികളും മാത്രമല്ല, UDFിൻ്റെ പാർട്ടികൾ, അണികൾ, പ്രബല മതവിഭാഗങ്ങൾ, CPMൻ്റെ അണികൾ ഓവർവെമ്മിങ് ആയി നടത്തിയ ഒരു വലിയ പോരാട്ടത്തിൻ്റെ അതിൻ്റെ ഒരു നീക്കിബാക്കിയാണ് ഈ UDF സർക്കാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ UDF സർക്കാർ എന്ന് പറയുന്നത് ഇത് UDFുകാർ മാത്രം പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ ഒരു സർക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ അത് അബദ്ധമാണ്, പരമാബദ്ധമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട് താഴെത്തട്ടിൽ. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, ഇപ്പം എന്നെപ്പോലെയൊക്കെ ഉള്ള പൊതുപ്രവർത്തകർ. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഞാനൊരു 12,500 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഞാനൊരു 3 മാസം മുമ്പ് വരെ എൻ്റെ വീഡിയോയിൽ ഒരു ലോഗോ ഉണ്ടായിരുന്നു, പിണറായി പോകും. അതെൻ്റെ വീഡിയോയിൽ ലോഗോയായിരുന്നു. 3 മാസം മുമ്പ്. മനസ്സിലായോ? നമ്മളതങ്ങനെയൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു അപകടാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇങ്ങനെയൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മളെ പിന്തുണയ്ക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി നമ്മളെ പിന്തുണയ്ക്കാനുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് ഏറ്റവും ക്രൂരമായ ഈ TP ചന്ദ്രശേഖരനെ പോലുള്ളവരെ 51 വെട്ടി കൊന്ന പാർട്ടിക്കെതിരെ
10 വർഷം സമരം ചെയ്തത്. അതിൻ്റെ ഇടയിൽ 2017 8 ദിവസം ജയിലിൽ കൊണ്ടുവന്നിട്ടു, 2025 കസ്റ്റഡിയിലെടുത്തു, വീട്ടിൽ ഭാര്യ പോലും ഇല്ലാത്തപ്പോൾ വന്ന് വീട് റീഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ വാൾമുനയ്ക്ക് കീഴിൽ നിന്ന് പ്രവർത്തിച്ചവർ, മുഖമില്ലാതെ നിന്ന് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് ആളുകൾ, അവരൊക്കെ നടത്തിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു ആകത്തുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സർക്കാർ. മനസ്സിലായില്ലേ? അല്ലാതെ ഈ സർക്കാർ ഈ പിന്നെ വളരെ സങ്കുചിതമായി നമുക്ക് UDF സർക്കാരിനൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ പ്രഥമമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു സമര പോരാട്ടത്തെക്കുറിച്ച് തുടർന്ന് ഒരു സർക്കാർ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നാൽ UDF കാരെന്താ വിചാരിക്കുന്നത്? UDF ചെയ്ത് ഞാൻ ചോദിക്കുന്ന കഴിഞ്ഞ 5 വർഷക്കാലം UDF എന്ത് സമരം ഇവിടെ നടത്തിയത് എന്ന് പറഞ്ഞു? ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും സമരം ഇവിടെ നടന്നിട്ടുണ്ടോ? ആശാ സമരം ഇവിടെ, ഞാൻ ആരെയും എടുത്ത് പറയുന്നത്, ആശാ സമരം ഇവിടെ നടന്നു 1.5 മാസം. അതിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ നിരാഹാരം ഇരിക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു? ഇല്ല. സന്ദർശനം നടത്തി അങ്ങ് പോകുന്നു പ്രസംഗിച്ച്. ഒരു 5000 പേരെ വെച്ചിട്ടൊരു സമരം ഇവിടെ നടന്നിട്ടുണ്ടോ സെക്രട്ടറിക്ക് മുമ്പിൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ? VS അച്യുതാനന്ദൻ 80 വയസ്സിന് ശേഷം നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളുണ്ട് ഇവിടെ. അതെ, അതുപോലെ അതിന് സമാനമായ ഏതെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്താൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത പൂത്ത് ചീഞ്ഞ് അഴുകി നാറി പുഴുവരിച്ചൊരു സർക്കാരാണ് ഇവിടെ അധികാരത്തിരുന്നത്. ആ സർക്കാരിനെതിരെ നല്ല സമരങ്ങൾ നടത്തിയിരുന്നെങ്കിൽ സർക്കാർ കാലാവധി പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇത് തെറിച്ചു പോയേനെ. ആ സർക്കാരിനെതിരെ ഒന്നും ചെയ്യാത്തൊരു അപ്പം ഈ സർക്കാർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു ജനങ്ങളുടെ എവേക്കനിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ സർക്കാർ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നു. സമരങ്ങളുടെയൊക്കെ തന്നെ ചെറുമുനകൾ നമ്മൾ കണ്ടു, അതിനെയൊക്കെ തന്നെ അടിച്ചമർത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സമരങ്ങൾക്കെതിരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഏത് ആക്ഷേപം ഉന്നയിച്ചാലും വിമർശനം ഉന്നയിച്ചാലും പ്രതിഷേധം രേഖപ്പെടുത്തിയാലും കേട്ടില്ലെന്ന് നടിക്കുന്ന ഭരണകർത്താക്കൾ, അങ്ങനെയുള്ളവർക്ക് മുന്നിൽ സമരങ്ങൾ പോലും ഫലവത്തല്ലാതാകുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നില്ലേ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെ അല്ലേ യഥാർത്ഥത്തിൽ സമര വേലിയേറ്റം ഉണ്ടാവേണ്ടത്? എത്രത്തോളം സർക്കാർ ജനവിരുദ്ധമാകുന്നു അത്രത്തോളം ആ ഗവൺമെൻറ്റിനെതിരെ ഒരു സമര പോരാട്ടങ്ങൾ ഉയർന്നു വരണ്ടേ? അതല്ലേ നമ്മൾ കാണുന്നത്. എത്രത്തോളം ഭരണകൂട വിരുദ്ധമാകുന്നു അത്രത്തോളം ജനങ്ങൾ അതിനെതിരായി ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽക്കാൻ ജനങ്ങൾക്ക് പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് അതിൻ്റെ കുന്തമുനയായി നിൽക്കാൻ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ 2001 2006 നോക്കൂ. 2001 2006 ഇത് മുഴുവൻ ക്രോഡീകരിച്ച് ധ്രുവീകരിച്ച് UDF സർക്കാരിനെതിരെ വലിയൊരു സമര പോരാട്ടം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുന്തമുനയായിട്ട് നിൽക്കാൻ ഐക്കണിക്കായിട്ടൊരു ഫിഗർ ഉണ്ടായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു. ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും ജനങ്ങൾ അവരുടെ ഇനിഷ്യേറ്റീവിൽ നടത്തിയ സമര പോരാട്ടത്തിൻ്റെ ഗുണഭോക്താക്കൾ, ഇംഗ്ലീഷ് പറഞ്ഞ ബെനിഫിഷ്യറീസ് ആണ് UDF സർക്കാർ. അപ്പം ഞാനിത് കോണ്ടക്സ്റ്റുകളായിട്ട് പറയാൻ കാരണം വെച്ചാൽ ആ ഒരു പ്രാധാന്യം ഈ UDFൻ്റെ നേതൃത്വം നൽകുന്നവർ കാണുന്നുണ്ടോ? അവരിപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്. ആ 50% റിസർവേഷൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരുന്നത്. ഏതാ റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. അവരുടെ കഴിവ് പല സ്ഥലങ്ങളിലും കുറവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു അഭീവൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ബെനിഫാക്ടറായി UDF, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൂടുതൽ വിനയാന്വിതരാവണം. കാരണം 102 സീറ്റാണ് ജനങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്, മനസ്സിലായി? അപ്പം നമ്മളുടെ ഓരോ നടപടിയിലും 102 സീറ്റ് തന്ന ജനങ്ങളോടുള്ള നമ്മളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും നിഴലിക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും 102 സീറ്റിലൊന്നും ആരും വന്നിട്ടില്ല. 10-75-80 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചത് ഇപ്പോൾ 102 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എത്രത്തോളം നമ്മളിൽ ജനങ്ങൾ വിശ്വാസം നമ്മളിൽ റിപ്പോസ് ചെയ്തു എന്നുള്ളത് ഈ UDF സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർ അവർ ഓരോ സ്റ്റെപ്പിലും കാണണം. പക്ഷേ ഓരോ സ്റ്റെപ്പിലും നമ്മൾ കാണുന്നത് എന്താ? അവരതിനെ മറന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നു, ഇനി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്നെപ്പോലെയൊക്കെ ഉള്ള പൊതുപ്രവർത്തകർ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ ഒരാളുടെയും പിന്തുണയില്ലാതെ വാൾമുനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി.
25 എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഒരു കോൺഗ്രസ് നേതാവ് എനിക്ക് വേണ്ടി വന്നില്ല. എനിക്ക് കോൺഗ്രസ്സിൽ വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. പക്ഷെ അവരാരും എന്നെ സഹായിക്കാൻ വന്നില്ല. അപ്പം അത്രയ്ക്ക് ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പ്രവർത്തിച്ച് കൊണ്ടുവന്നൊരു സാധനമാണിത്. മനസ്സിലായി? UDP മാത്രമല്ല. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർ ഓരോ നിലപാടെടുക്കുമ്പോഴും അവരിത് കാണണം. പക്ഷെ അവരിതൊന്നും കാണാതെ ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. ഈ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? ഇപ്പം ഒരു മുഖ്യമന്ത്രി ഇപ്പം അധികാരത്തിൽ വന്നു, നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞു, പടം നയിച്ചവൻ നാട് നയിക്കും എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം നിയമസഭയിലൊക്കെ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സഭയ്ക്കകത്തൊക്കെ വളരെ ശക്തമായ യുദ്ധമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിയോ, ഇതിനകത്ത് ഈ നിയമസഭയ്ക്കകത്ത് ശക്തമായി യുദ്ധം നടത്തുന്നവർ നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതെ, ചില ആ ഒരു പാണ്ഡിത്യമുള്ളവരാണ്. അങ്ങനെ പാണ്ഡിത്യമുള്ള പല പല നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിയമസഭയിൽ ശക്തമായ ആക്രമണം നടത്തുന്ന ഉറ്റുപിടി നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിയമസഭയിൽ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളതല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ അങ്ങനെ വലിയ വമ്പൻ വിജയമായിരുന്നു. ഇപ്പോൾ വി ഡി സതീശനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിയമസഭയിൽ വി എസിൻ്റെ പ്രസംഗം അത്ര ഫലപ്രദമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം നമുക്കറിയാമല്ലോ വി എസിൻ്റെ പ്രസംഗത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ. പക്ഷേ വി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് 99 സീറ്റ് നേടിയത്? വി എസ് അച്യുതാനന്ദൻ 5 വർഷക്കാലം ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി അവരുടെ പോരാട്ടങ്ങളുടെ മുമ്പിൽ നിന്ന് നെഞ്ചുയർത്തി നിന്ന് പോരാടി. അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദൻ അത് ചെയ്തത് 80 വയസ്സിന് ശേഷമായിരുന്നു. ഇവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോഴത്തേക്ക് 59 വയസ്സേ ഉള്ളൂ. 5 വർഷക്കാലം വി ഡി സതീശൻ എന്ത് ചെയ്തു? നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചു എന്നുള്ളതല്ലാതെ നിയമസഭയ്ക്ക് പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. എൻ്റെ ചോദ്യം, അത് ചെയ്യുന്നതിന് എന്തായിരുന്നു വി ഡി സതീശൻ്റെ തടസ്സം? ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ എന്തായിരുന്നു? വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും പാർട്ടി എതിർക്കുമായിരുന്നു. വി ഡി സതീശൻ അച്യുതാനന്ദൻ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയായിരുന്നു? വി ഡി സതീശന് അങ്ങനെ ഒരു പാർട്ടി പോലും ഇല്ല. വി ഡി സതീശന് എന്ത് സമര പോരാട്ടങ്ങൾ വേണമെങ്കിലും നടത്താമായിരുന്നു. എന്ത് നിരാഹാര സമരങ്ങൾ വേണമെങ്കിലും നടത്താമായിരുന്നു. എന്ത് തരത്തിൽ വേണമെങ്കിലും നിയമ പോരാട്ടം ഇതൊന്നും ചെയ്തില്ല. പക്ഷേ ഈ രണ്ട് പാർട്ടിയാണല്ലോ സാർ. CPM വളരെ ശക്തമായ കേഡർ സംവിധാനമുള്ള പാർട്ടി, നേതാക്കൾ ആഹ്വാനം ചെയ്താൽ അണികൾ അണിനിരക്കും. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ലിയോ പറയുന്നതിനകത്തുള്ള വ്യത്യാസം എന്താ? 2001-2006 പിന്നെ ആരുടെ കയ്യിലായിരുന്നു പാർട്ടി? പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. വി എസ് അച്യുതാനന്ദൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ എതിർക്കുകയായിരുന്നു പാർട്ടി. ആ കേഡർ പാർട്ടി എതിർക്കുകയായിരുന്നു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ ആ പാർട്ടിക്കകത്തും പുറത്തുള്ള സാധാരണ ജനങ്ങൾ ലക്ഷക്കണക്കിന് വരെ അണിനിരത്തി എത്ര ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ. അത്തരം പോരാട്ടങ്ങളൊന്നും നമ്മൾ 5 വർഷം കണ്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു കൺസെൻറ്റ് മാനുഫാക്ചർ ചെയ്തു സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി. അത് വലിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കി, എന്തോ വലിയ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ്, പട നയിക്കുന്ന നാട് നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയായി. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഇപ്പം അയാൾക്ക് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അതിനുശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? അതിനുശേഷമാണ് ഈ ഗവൺമെൻറ് ഉണ്ടായത് തൻ്റെ മാത്രം നേട്ടം കൊണ്ടല്ലെന്നും വലിയൊരു ജനവിഭാഗം നടത്തിയിട്ടുള്ള, മുഖമില്ലാത്തവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ കൂടെ ഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയാന്വിതനാകണം. എളിമയുള്ളവനായി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളെ കാണാം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പിന്നെ ED ഇവിടെ ഒരു റെയ്ഡ് നടത്തി പിണറായി വിജയൻ്റെ വീട്ടിൽ. 6, 7, 8 തവണ പത്രക്കാർ ചോദിച്ചിട്ടും മറുപടിയില്ല. അവസാനം എന്താ പറയുന്നത്? അതിനെപ്പം മറുപടി അറിയണമെന്നുള്ളത് സമയം തീരുമാനിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ വേറൊരു തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്? അയാൾ അഗ്രസീവായിട്ട് കണക്ക് പുറത്തെന്ന് പറഞ്ഞു, ഇയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമാണ്, ED ഇവിടെ റെയ്ഡ് നടത്തുമ്പോഴത്തേക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം തുറന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. വൈദ്യുതി മന്ത്രിയുടെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. എന്ത് യുക്തിയാണ് ഇതിനകത്തുള്ളത്? CPM ചെയ്തപ്പോൾ ഇതിനെ അട്ടപ്പൊട്ടൽ എതിർത്തതല്ലേ? അങ്ങനെ ഒരു അളിയനെ വെച്ചെങ്കിൽ മര്യാദയ്ക്ക് അങ്ങ് താറ നിൽക്കണോ എന്ന് പറയണ്ടേ? നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായി ഇപ്പം നമ്മളുണ്ടായിരിക്കുന്ന ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ 2025 ഡിസംബർ 9-നും 11-നും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏക കാരണം ശബരിമലയല്ലേ? ഏക കാരണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ സുഹൃത്ത് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞൊരു MP ഉണ്ട്. അദ്ദേഹത്തോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ബെന്നി,
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസ് കൊണ്ടുവരണം. ശബരിമല പോലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നാലേ നിങ്ങൾ ജയിക്കുകയുള്ളൂ. അല്ലാതെ താഴെത്തട്ടിലുള്ള വിഷയങ്ങളൊന്നും എടുത്താൽ നിങ്ങൾ ജയിക്കില്ല. കാരണം അവരുടെ 10-70% പഞ്ചായത്തുകൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസ് എടുക്കണം. അപ്പോൾ എന്നോട് ബെന്നി പറഞ്ഞത് ഷാദനെ ഒന്നും നടക്കില്ല, അതൊന്നും എടുക്കലൊന്നും നടക്കില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു 40-40% വല്ല സീറ്റ് കിട്ടിയാലായി, ബാക്കിയും കൊണ്ട് CPM പോവും എന്ന് എന്നോട് അന്ന് തർക്കിച്ചതിനോട്. അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാ തട്ടിലും UDF വൻപിച്ച വിജയം നേടി. എല്ലാ തട്ടിലും. എന്താണ് അതിൻ്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ശബരിമല. കാരണം 40-45% വരുന്ന കേരളത്തിലെ ഹിന്ദു മതസമൂഹം വലിയ മനോവേദനയിലായിരുന്നു. കാരണം അവരുടെ മഹാക്ഷേത്രം അതിൽ കൊണ്ടുവന്ന് കാണിക്കയിടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഈ CPM-കാർ ഇടപെട്ട് അത് അടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ആ മനോവേദനയാണ് അവർ പ്രകടിപ്പിച്ചത്. UDF-കാരൻ പോലും പ്രതീക്ഷിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടല്ലേ. സ്വർണം കെട്ടവൻ ആരപ്പ എന്നുള്ള സാധനമൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമുദായത്തിൻ്റെ വലിയ ശതമാനം വോട്ട് BJP-യിലേക്ക് പോലും പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് വന്നത് ഈ വിഷയം കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രതികളെ ശിക്ഷിക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ ആണയിട്ട് പറഞ്ഞ ആളുകളാണ് ഇവരെല്ലാവരും. അവരുടെ പ്രകടനപത്രികയിൽ പോലും ഈ കള്ളന്മാരെ ശിക്ഷിക്കും എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ DNA ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ എനിക്കൊരു 10-20 ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഏതാണ്ട് ഒരു 50 ഇൻ്റർവ്യൂകളിൽ കൂടുതലും ഈ ശബരിമല പെരുങ്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഏതോ ഒരു ദുരൂഹ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇത് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കള്ളത്തരങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ ആരും അതുവരെ കേൾക്കാത്ത ഒരു ദുരൂഹ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ അറിവിൽ ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും ദുരൂഹമായിട്ടുള്ള സ്ഥാപനം. ഏറ്റവും ദുരൂഹമായിട്ടുള്ള സ്ഥാപനം. ആ ദുരൂഹത്തിൻ്റെ ചുരുൾ ഇപ്പോഴും അടഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥാപനത്തിനെ പ്രതിനിധീകരിച്ച ആളാണ്, എന്താണ് അയാളുടെ പേര്? KB പ്രദീപ്. ഈ KB പ്രദീപിൻ്റെ കഴിവിനെ കുറിച്ചൊന്നും ആർക്കും യാതൊരു സംശയമില്ല. കേരള ഹൈക്കോടതിയിൽ നല്ല കഴിവുള്ള 10-30 വർഷക്കാലത്ത് സ്റ്റാൻഡിംഗ് ഉള്ളൊരു ആളാണ്. അയാൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനാകുന്നു. എന്ന് മാത്രമല്ല, അയാൾ അതിൻ്റെ അഭിഭാഷകനായിരുന്നുകൊണ്ട് ആ സമയങ്ങളിൽ മുഴുവൻ ചാനലുകളിൽ വന്ന് ടു ദ ഹിൽറ്റ് സ്മാർട്ട് ക്രിയേഷൻസിനെ ന്യായീകരിക്കുകയായിരുന്നു. ഓരോ ഘട്ടത്തിലും ന്യായീകരിക്കുകയായിരുന്നു. അയാൾ ഹൈക്കോടതിയിൽ പോയി സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ചു, വിജിലൻസ് കോടതിയിൽ പോയി വാദിച്ചു. ഈ 2 സ്ഥലങ്ങളിലും അയാളുടെ വാദം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ കോടതി തള്ളിയിട്ട് അതിൻ്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെ പ്രതി ചേർത്തു. അയാൾ ഒരാൾ ജയിലിൽ കിടന്നു. അവസാനം സ്വാഭാവിക ജാമ്യം കിട്ടി അയാൾ പുറത്തു. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലാണ് ഇയാളെന്നും ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദുരൂഹ സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്നും ഹൈക്കോടതിയിലെ പുൽക്കൊടിക്ക് പോലും അറിയില്ലേ? പുൽക്കൊടിക്ക് പോലും അറിയില്ലേ? കറക്റ്റ്. നഴ്സറി പിള്ളേർക്ക് പോലും അറിയില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, UDF-ൻ്റെ അവിടുത്തെ നിയമ സംവിധാനം ഇല്ലേ? AG-ക്ക് അറിയില്ലേ? DGP-ക്ക്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അറിയില്ലേ? ADGP-ക്ക് അറിയില്ലേ? അവിടെയുള്ള മുഴുവൻ വക്കീലന്മാർക്കും അറിയില്ലേ ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായിരുന്നു? അല്ല സാർ, അതിനുമുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടുമല്ലോ. എന്നിട്ട് പോലും അത് മനസ്സിലാക്കുന്നില്ല. പരസ്യമായി എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതെ. രണ്ടാമത്തെ ചോദ്യം എന്താ ഇവർ ചെയ്തിരിക്കുന്നത്? ഇവർ ചെയ്തിരിക്കുന്ന ചെറിയ കാര്യമല്ല. ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായിട്ടല്ല ഇയാളെ നിയമിച്ചിരിക്കുന്നത്. അതെ. അതായത് ഓരോ വകുപ്പിന് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട്. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ഫോർ ഫോറസ്റ്റ്, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ടാക്സസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദേവസ്വം വകുപ്പിന് ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ തസ്തിക സൃഷ്ടിച്ചിട്ട് അവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ച ഈ KR പ്രദീപിനെ ദേവസ്വം മന്ത്രി പോലും അറിയാതെ നിയമിക്കുന്നു. അതെ, ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിൽ ട്രോള് വരുന്നല്ലേ, മനസ്സിലായി? അയാൾ പറയുന്നത് എനിക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അത് മുഖ്യമന്ത്രിയുടെ ഇതിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ജാഗ്രത കുറവാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സ്ഥാനത്ത് നിയമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കില്ലേ? ക്രെഡൻഷ്യൽ പരിശോധിക്കുമ്പോൾ അയാൾ സ്മാർട്ട് ക്രിയേഷൻസ് ആണെന്ന് പറയുമ്പോൾ അയാളെ ചെവിക്ക് പിടിച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തണ്ടേ? ആ മാറ്റി നിർത്തുന്നതിന് പകരം ഇയാളെ നിയമിക്കുന്നു. ഇയാളെ നിയമിച്ചിട്ട് അത് അതിഭീകരമായിട്ടുള്ള എതിർപ്പിന് കാരണമായി കഴിയുമ്പോൾ ഇയാളെ അങ്ങ് മാറ്റും. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്തുള്ള പ്രശ്നം, ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് 4 ദിവസം മുമ്പ് May 1 കർണാടകത്തിലേക്ക് ഒരു ദുരൂഹ യാത്ര നടത്തിയിരുന്നു.
അതിപ്പോഴും അതിൻ്റെ ലൂസ് സെൻസ് ഇപ്പോഴും അവിടെ കിടക്കുക. എന്തിനാണ് അവിടെ പോയത് എന്നൊക്കെ ചോദിച്ചപ്പം അവിടെ പോയിട്ട് പിന്നെ ഇദ്ദേഹം അവിടുത്തെ പിന്നെ NDAയുടെ JDS നേതാക്കന്മാരെ അവിടെ പോയി കണ്ടത്. NDAയുടെ നേതാക്കന്മാരെയാണ് അവിടെ പോയി കണ്ടത്. അതിലേതോ ഒരുത്തനയുടെ പേര് ഞാൻ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഏതോ ഒരുത്തനെ കണ്ടു. അയാൾ JDS രാജ്യസഭാ മെമ്പർ മാത്രമാണ്. അയാളുടെ ഡിക്ലെയർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 800 കോടിയാണ്. പ്രോപ്പർട്ടി ഡെവലപ്പർ അയാളെ പോയി കണ്ടത്. അപ്പോൾ അതിൻ്റെ വിവാദം അവിടെ കിടപ്പുണ്ട്. ആ പോയത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. വൈ? ഫോർ വാട്ട് റീസൺ? ചോദ്യം. അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് കയറി ബിസിനസ് ക്ലാസ്സിൽ പോയിക്കൂടെ? ഇല്ലയോ? നിങ്ങൾ എന്തിനാണ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാണ് നിങ്ങളൊരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു റജികുമാർ. അയാളാണ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ടിക്കറ്റ് എടുത്ത്. ആ ടിക്കറ്റൊക്കെ തന്നെ ചാനലിലൊക്കെ വന്നതാണ്. ആ റജികുമാർ എന്ന് പറഞ്ഞ ആൾ ശബരിമല കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ആളാണ്. ആ SIT ചോദ്യം ചെയ്ത ആളുടെ കൂടെയാണ് ഈ VD സതീശൻ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ ദുരൂഹമായിട്ടുള്ളൊരു യാത്ര നടത്തുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതുപോലൊരാൾ വരുമ്പോൾ അതിനെ എങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഇനി അത് കൊണ്ടുവന്നുകൊണ്ട് എന്താ സംഭവിച്ചത്? ചത്ത് കിടന്നവനെല്ലാം എഴുന്നേറ്റ് വന്നു. പിണറായി അവിടെ ചത്ത് കിടക്കായിരുന്നു മൂലയിൽ. ഇത് കിട്ടിയോണ്ട് അയാൾ എഴുന്നേറ്റ് വന്നു. അയാൾക്ക് നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ നോക്കി വായിക്കാനേ പറ്റുള്ളൂ. രോഗാതുരൻ 80-82 വയസ്സുകാരൻ പാർട്ടി അണികൾ തന്നെ റദ്ദാക്കി ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ അയാൾ എഴുന്നേറ്റ് വന്നു. VN വാസവൻ 10,000 കണക്കിന് വോട്ട് അവിടെ തോറ്റ് മൂലയ്ക്കങ്ങാണ്ട് കിടക്കുകയായിരുന്നു. അയാൾ എഴുന്നേറ്റ് വരുന്നു, പത്രസമ്മേളനം നടത്തുന്നു. P രാജീവ് എന്ന് പറഞ്ഞ ഒരുത്തൻ 23,000 വോട്ടിനും കണ്ടാണ് കളമശ്ശേരിയിൽ തോറ്റത്. അയാൾ എഴുന്നേറ്റ് വരുന്നു, പത്രസമ്മേളനം നടത്തുന്നു. എല്ലാവരും പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്? ഇത് ശരിയാണോ? അത് ബോധപൂർവം ചെയ്തതായിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിൽ ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ബോധപൂർവമായതുകൊണ്ടാണല്ലോ ദുരൂഹത. അല്ലാതെ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് പിന്നെ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ ഇയാളെ നിയമിച്ച വിഷയം ഇവിടെ കിടക്കുകയല്ലേ? ഇയാളെ നിയമിച്ചിട്ടല്ലേ ഇയാളെ പിന്നെ രാജിവെപ്പിക്കുന്നത്? ഇയാൾ ഇപ്പോൾ ഇന്നലെ ഒരുത്തൻ ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു, ഡോക്ടറോടും വക്കീലിനോടും നിങ്ങൾ എല്ലാ സത്യവും പറയുന്നു. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ പ്രദീപാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി വരുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതുപോലുള്ള ഒരാളെ നിയമിച്ചത്? ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ചവരാണെന്നുള്ളത് ലോകത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതല്ലേ? നിയമിച്ചത് ആരാണ്? നിയമിച്ചത് നിയമവകുപ്പാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് എന്ന് പിന്നെ മുരളീധരൻ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇന്നലെ ഉണ്ടായ വിമർശനം എത്ര കഠിനമായിരുന്നു. ആ ശ്രീജിത്ത് പണിക്കരൊക്കെ ഏഷ്യാനെറ്റിൽ വന്ന് പറഞ്ഞത് പിന്നെ ഹിന്ദു മതസമൂഹത്തിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് പോലെയാണ് ഈ നിയമനം എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞു ഇത് ഇനി രാജിവെച്ചാൽ പോലും ഇയാൾ നിയമിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ കിടക്കും. MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ പിന്നെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾ ക്ലാസ്സിൽ നിറക്കി വെച്ചിട്ടാലും ചോദ്യം അവിടെ അവശേഷിക്കും എന്ന് പറഞ്ഞതുപോലെ എന്തിനാണ് ഇയാളെ നിയമിച്ചത്? ഞാൻ ചോദിക്കുന്നത് വേറെ ആരും നിയമിക്കാനില്ല. ഇന്നിപ്പം കോൺഗ്രസിൻ്റെ ലോയേഴ്സ് സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ കഴിവുള്ള എത്രയോ പേരുണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് തന്നെ എത്രയോ സീനിയർ വക്കീലന്മാരുണ്ട് പിന്നെ ഈ സ്ഥാനത്ത് നിയമിക്കാൻ. പക്ഷെ അഭിഭാഷക സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അവർ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഇത് നിയമം. അത് തെറ്റാണ്. അവരുടെ പ്രസിഡന്റിന്റെ പിന്നെ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അവർ കൊടുത്ത കത്ത് തന്നെ, അവർ KPC കൊടുത്ത കത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിനകത്ത് അവർ പറയുന്നുണ്ട് അവരുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായി? ഇനി ഇപ്പൊ ഈ പ്ലീഡർമാരെ നിയമിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയാണ്. ഈ പ്ലീഡർമാരെ നിയമിക്കുന്ന തീരുമാനം മുഖ്യമന്ത്രി മാത്രം ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചതാരാന്നറിയോ? പിണറായി വിജയനാണ്. മറ്റത് ക്യാബിനറ്റ് അപ്രൂവലും കൂടെ വേണമായിരുന്നു. അപ്പോൾ ആ തീരുമാനം പിണറായി വിജയൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം VD സതീശൻ പിന്തുടരുക. അപ്പോൾ VD സതീശന് അനുകൂലമാകുന്ന ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ VD സതീശൻ അത് പിന്തുടരും. IAS പുനർവിന്യാസം, IAS പിന്നെ പുനഃസംഘടനയും ക്യാബിനറ്റ് തീരുമാനിക്കേണ്ടതായിരുന്നു. അതും പിണറായി വിജയൻ എന്ത് പറഞ്ഞെന്നറിയോ? അത് ഞാനും ചീഫ് സെക്രട്ടറി കൂടെ തീരുമാനിച്ചോളാം എന്നുള്ളത്. അത് തന്നെ സതീശനും തുടരുക. അപ്പം സതീശന് സ്വന്തമായി അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളൊക്കെ പിണറായി എടുത്തതാണെങ്കിലും അതവിടെ ഉണ്ട്. അത് പുള്ളി തുടരുക. കാരണം പുള്ളിക്ക് അത് സൗകര്യമാണ്. ഇപ്പോൾ ഈ ഗവർണർ ലീഡർമാരെ എടുത്തതെല്ലാം തന്നെയാണ്. KPCC ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ ചോദിക്കുന്ന ഒരു പാർട്ടിയിൽ ആ പാർട്ടിയായിട്ടുള്ള കൺസൾട്ടേഷൻ വേണ്ടേ? ആ പാർട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ?
നിങ്ങൾ പിന്നെ പിണറായി വിജയന് ബദലാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തുടരുന്ന നിങ്ങൾ പറയുകയാണ് ഞാൻ പിണറായി വിജയന് ബദലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ മനോവേദ കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇത് പറയുന്നത്. കാരണം UDF സർക്കാരിനെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ പരോക്ഷ നേട്ടം ഉണ്ടാക്കുന്നത് അപ്പുറത്ത് ചത്തുകിടന്ന പിണറായി വിജയനാണെന്ന് ഓർക്കണം. പക്ഷേ ഇതുപോലെ ഇയാൾ ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യും? എന്തിനാണ് ഇയാൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അശോക് പ്രശാന്ത് എന്ന് പറഞ്ഞ 2 IAS ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ചെറിയ കാര്യമാണോ ആ സസ്പെൻഷൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ B അശോകനെ നിങ്ങൾ എടുക്കുക. B അശോകന് ഈ 7 വർഷം കൂടെ സർവീസ് ഉണ്ട്. ആ സർവീസുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി അതിശക്തമായി വന്ന് പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തു. ചെറിയ കാര്യമാണോ? യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് മിഡിൽ ക്ലാസ് അതിശക്തമായി LDFനെതിരായി അണിനിരന്നതിൽ ഇയാളുടെ പരസ്യ പ്രതികരണത്തിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അശോകിൻ്റെ അയാളൊരു ബുദ്ധിജീവിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നുള്ള IASകാരിൽ വെച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിജീവിയുമാണ് അയാൾ. കേരള മുതിലൊക്കെ നിരന്തരം ലേഖനം എഴുതുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ധവളപത്രത്തെക്കുറിച്ച് ലേഖനം എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. വലിയ ബുദ്ധിജീവിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് നേരിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് അങ്ങനെ. പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു IASകാർ 8 തവണയാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. 8 തവണ അയാളെ സസ്പെൻഡ് ചെയ്യും. അവരെ രണ്ടുപേരെയും തിരിച്ചെടുക്കുന്നതായിരിക്കും താൻ മുഖ്യമന്ത്രിയായാൽ ആദ്യത്തെ തീരുമാനം എന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രിയായി 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അത് വാക്കാൽ നിർദ്ദേശം കൊടുത്തു. പക്ഷേ ചീഫ് സെക്രട്ടറി അത് ചെയ്തില്ല, മനഃപൂർവ്വം ഉഴപ്പിയെന്നാണ് കേൾക്കുന്നത്. അതെ. അപ്പൊ ചീഫ് സെക്രട്ടറി എവിടെയാണ്? ചീഫ് സെക്രട്ടറി താഴെയാണോ? ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുകളിലാണോ? ഇനി ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ പിന്നെ ഒരു ഇതിൽ ചർച്ച ചെയ്യും. ആ ചീഫ് സെക്രട്ടറി സമ്മതിക്കുന്നില്ല എന്ന് സതീശൻ പറഞ്ഞാൽ പിന്നെ സതീശൻ പിന്നെ മുഖ്യമന്ത്രി ഇരിക്കാൻ എന്ത് യോഗ്യതയാണ്? ആരാണ് ചീഫ് സെക്രട്ടറി? ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യേണ്ട ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങൾ കർണാടകത്തിൽ നോക്കൂ. കർണാടകത്തിൽ സിദ്ധാരാമയ്യ പോയി, DK ശിവകുമാർ വന്നു. രണ്ടുപേരും കോൺഗ്രസ്സാണ്. DK ശിവകുമാർ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അയാളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി. ഇവിടെ ഇയാൾ എന്താണ് ചെയ്തത്? ഇയാളായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയൻ, വത്സല ശിഷ്യൻ. ഈ ജയതിലകായിരുന്നു പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇയാളും KM എബ്രഹാമുമാണ് നേതൃത്വം നൽകിയത്. ഇയാളെ ഈ ഗവൺമെന്റ് എടുത്ത് ചാടിച്ച് ഓടിച്ചു വിടുന്നു വിചാരിച്ചിട്ട് അയാൾ എന്തെന്നറിയോ? അയാൾ പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് അയാളുടെ പെൻഷൻ പേപ്പേഴ്സ് വരെ ശരിയാക്കി. അയാളത് ഇതുവരെ തൊട്ടിട്ടില്ല. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അയാൾക്ക് ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കും. എന്തൊരു തോന്നിവാസമാണ്! ഏറ്റവും വലിയ വൃത്തികേടുകൾ കാണിച്ച, ഇവരുടെ എതിര് സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച അയാൾക്ക് ഗ്രേസ്ഫുൾ എക്സിറ്റ് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവർ ഭരിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അയാളെ ഫസ്റ്റ് ക്യാബിനറ്റ് വരുമ്പോൾ തന്നെ ആ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം മിസ്റ്റർ എന്നല്ലേ പറയേണ്ടത്? മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞിട്ട് വലിയ മരമുറിയിൽ അതിൽ മരമുറിക്കാനുള്ള വിവാദമായിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ള ഇയാളാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് IASലെ ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥൻ 7-8 തവണ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാൾ. അയാൾ ഇതിനകത്തെല്ലാം കയറി ഇടപെടുകയാണ്. ഇപ്പം ഞാൻ കേൾക്കുന്നത് അയാൾ എന്തോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തോ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ വേണ്ടിയിട്ട് അയാൾ നടക്കുകയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അയാൾ ഈ അദാനി പോലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ വരെ നടത്തുന്നുണ്ടെന്നാണ്. അപ്പം അങ്ങനെ വന്നു ഈ സർക്കാരും ഇതിന് മുമ്പത്തെ സർക്കാരും തമ്മിൽ എന്തൊന്നാണ് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള നീതികേട് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്താതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടേൻറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് പൊറുപ്പിക്കരുത്. അവരെ വെച്ച് പൊറുപ്പിക്കുന്നു. പോലീസിൽ ചില വിമർശനങ്ങളുണ്ട്. അപ്പം ഞാൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല കണ്ടിട്ട് എൻ്റെ വിമർശനം ഉന്നയിച്ചപ്പോൾ ശ്രീമാൻ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു, ഷാജാനെ ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 10 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ അധികാരത്തിൽ വരുന്നത്. ഈ 10 വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പോലീസിൻ്റെ ഉന്നതങ്ങളിലുള്ളത്. ആ വാക്കെല്ലാം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പിണറായി വിജയൻ്റെ ഉത്തരവിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അവരെല്ലാവരും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനാണ് സാറിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷാജാൻ എനിക്കൊരു 2-3 ആഴ്ചത്തെ സമയം വേണം. ആ 2-3 ആഴ്ചത്തെ സമയം കഴിയുമ്പോൾ ഞാൻ നല്ല കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സംഘത്തെ ഞാൻ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അയാൾ സൃഷ്ടിച്ചു. അയാൾ P വിജയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവനെ ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള P ശശിയുടെയും പിണറായി വിജയൻ്റെയും തീട്ടൂറങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ശ്രീജിത്ത് നേതൃത്വത്തിനുണ്ടായിരുന്നു. അയാളെ പുറങ്കാലോട്ട് തൂച്ചു കളഞ്ഞു. അയാളെ എന്താണ് ജയിലിൻ്റെ എന്തോ കറക്ഷൻസ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എത്ര ഷൗക്കത്തല്ലേ നിയമിച്ചു. അതിനകത്തൊക്കെ ചില നടപടിക്രമങ്ങളുടെ പ്രശ്നമുണ്ട്. അതുപോലെ എത്ര ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം.
പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നതിന് പകരം ടൈൻറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനത്തിൽ നിങ്ങൾ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റേ സർക്കാർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പിണറായി വിജയൻ്റെ ഏകാധിപത്യ തീരുമാനങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങ് എടുക്കുന്നു. ഈ അശോകനെയും പ്രശാന്തനെയും ആദ്യത്തെ ഉത്തരവിൽ തിരിച്ചെടുക്കാൻ എന്തായാലും തടസ്സം. അപ്പോൾ ഇതൊന്നും ഗുണം ചെയ്യില്ല. ഇതൊന്നും ഇവർക്ക് ഗുണം ചെയ്യില്ല. LDF ഗുണം ചെയ്യും. അത് ഇവർ മനസ്സിലാക്കി ഇവർ കറക്റ്റ് ചെയ്ത് പോകണമെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ മനോവ്യത കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, അല്ല ഇതിപ്പോൾ മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിതി അതിദയനീയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ മുഴുവനായിട്ടല്ല ഞാൻ പറയുന്നത്, CPM-ൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല, അവസാനിപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആരാണ് വലുത് എന്നുള്ള കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് പറഞ്ഞതുപോലെ അണികൾ രണ്ടും കൽപ്പിച്ച് മുണ്ട് മടക്കി കുത്തി ഇറങ്ങി പല സ്ഥലത്തും ശക്തമായി തിരിച്ചടി നേതൃത്വത്തിന് നൽകി. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വളരെ ശക്തമായ പ്രഹരം പോലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുറേയേറെ നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത് ലിയോ. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടാകാത്ത അത്ര അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി അവർ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ അവർക്ക് UDF അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇയാളുടെ കാര്യം വന്നപ്പോൾ പിണറായി വിജയൻ വന്നു, EN വാസവൻ വന്നു, P രാജീവ് വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർക്കെതിരായിട്ടുള്ള എതിർപ്പിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങളിത് ചെയ്യുന്നതിന് പകരം ആളുകൾക്ക് ബഹുമാനിക്കുന്ന, ആളുകൾക്ക് ആവേശം കൊടുക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനെ അവിടെ നിയമിച്ചിരുന്നെങ്കിൽ ആളുകളുടെ കയ്യടി നിങ്ങൾക്ക് കിട്ടൂലായിരുന്നോ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യടി കിട്ടുന്നില്ലേ? ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് അയാൾ ഇറങ്ങിയിട്ടുണ്ട്, അയാൾക്ക് അത് കൈയ്യടി കിട്ടുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് തടസ്സം? അതിന് പകരം ഈ ചത്തുമലച്ച് കിടക്കുന്ന CPM-ന് ഈ ഓക്സിജൻ കൊടുക്കുന്ന പോലെ ഇതുപോലുള്ള വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിന്? അതുകൊണ്ട് ആർക്കാണ് ഗുണം, ആർക്കാണ് ദോഷമെന്ന് ഈ ഗവൺമെൻറ് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ പോയാൽ അപകടത്തിൽ ചെന്ന് ചാടും, അത്ര പറയാം. പക്ഷേ എനിക്കൊന്നു ഈ പോലീസ് വകുപ്പ് അങ്ങ് പറഞ്ഞതുപോലെ വേഗത്തിൽ ഒരു കറക്ഷൻ നടപടികൾ വന്നു കഴിഞ്ഞാൽ ഈ പുതുതായി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം. അല്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഈ ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള അക്രമത്തിന് മുന്നിൽ അങ്ങ് പറഞ്ഞതുപോലെ 200-300 ആൾക്കാർ മാത്രമാണ് വന്നത്. അവിടെ അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. അവിടെ പൊട്ടിക്കാത്ത തോക്ക് 20 പേർക്ക് മുന്നിൽ പൊട്ടിച്ചു. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ പറഞ്ഞത് അത് നടക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസുകാരാണ് ഉന്നതങ്ങളിലിരുന്നത്. H. വെങ്കടേഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ. അതെ, ആ H. വെങ്കടേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്നെ കണ്ട മൂത്രം ഒഴിക്കുന്ന ആളാണ് ഈ H. വെങ്കടേഷ്. അയാൾക്ക് ക്രമസമാധാനത്തിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ചുമതലയാണ് കൊടുത്തിരുന്നത്. അയാൾ ക്രമസമാധാനം എടുത്ത് ദൂരെ കളഞ്ഞു. മനസ്സിലായി? 2 വനിതകളെ കൊണ്ടുവന്നു. ADGP അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചുമതലയിലാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെ ഇരുത്തിയിരുന്നത്. ആ പോസ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നെന്ന് ലിയോയ്ക്ക് ഓർമ്മയുണ്ടാവും. 2016 TP സെൻകുമാറിനെ കൊണ്ടുവരായിരുന്നപ്പോൾ അയാൾ സുപ്രീം കോടതി പോയിട്ട് അനുകൂലമായിട്ട് ഉത്തരവ് മേടിച്ചുകൊണ്ടു DGP. അന്ന് TP സെൻകുമാറിനെ വളഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ടോമിൻ തച്ചക്കിങ്കരിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് ഈ DGP അഡ്മിനിസ്ട്രേഷൻ. അവിടെയാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാല് തിരുമ്മിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. ആ പോസ്റ്റ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു രമേശ് ചെന്നിത്തല. എന്നിട്ട് ഒരു IG-ക്ക് ചുമതല കൊടുത്തു. പോലീസ് അഡ്മിനിസ്ട്രേഷൻ IG എന്ന് പറഞ്ഞ ചുമതല കൊടുത്തിട്ട് ഹർഷിത അറ്റല്ലൂരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. നിശാന്തിനി എന്ന് പറഞ്ഞൊരു സ്ത്രീക്കും ഉന്നതമായിട്ടൊരു സ്ഥാനം കൊടുത്തു. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ വലിയ മാറ്റങ്ങൾ പോലീസ് സേനയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനനുസൃതമായിട്ടൊരു മാറ്റമല്ല IAS-കാരുടെ പുനർവിന്യാസത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ B. അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഊർജ്ജസ്വലനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അയാൾക്ക് ഏറ്റവും ചേർന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. അത് കൊടുക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. പ്രശാന്ത് എന്ന് പറഞ്ഞ ആൾക്ക് ടോട്ടലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്, സ്പോർട്സ് വകുപ്പ്. ആലോചിച്ച് നോക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വകുപ്പിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. സ്പോർട്സ് അതിൻ്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണിക്കുകയില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ഏറ്റവും വേഗത്തിൽ ശ്രദ്ധ വേണ്ടിയിട്ടുള്ള നടപടികൾ ആവശ്യമായിട്ടുള്ള വകുപ്പിലേക്കൊക്കെ ഈ 2 ഉദ്യോഗസ്ഥരെയും അതല്ലേ വേണ്ടത്. കാരണം 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് തകർത്തിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ IAS-ൽ ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്തല്ലേ കൊണ്ടുവന്നിരുത്തണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഹോം സെക്രട്ടറി ആയിട്ട് അശോക് വന്നിരുന്നെങ്കിൽ വിറക്കില്ലായിരുന്നു ഇവന്മാരൊക്കെ. ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിറക്കില്ലായിരുന്നു. കാരണം പിണറായി വിജയനെതിരെ നെഞ്ചുവിരിച്ച് നിന്ന് പോരാടി സസ്പെൻഷൻ മേടിച്ചിട്ടുള്ള ആളാണ് അശോക്. ആഭ്യന്തര വകുപ്പിൽ വന്നിരുന്നെങ്കിൽ മുട്ടിടിക്കുകയില്ലായിരുന്നു ഇവരുടെ. അങ്ങനെ ഇരുത്താതെ അയാളെ കൊണ്ടുവന്ന് ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പിണറായിക്ക് വഴങ്ങിയാണോ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം വരില്ലേ?
കാരണം നിങ്ങൾ നിലപാടുകളുടെ രാജകുമാരെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം ജനങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ താഴോട്ട് പോകുന്നത്. കറക്റ്റ്. സ്വയം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നുണ്ട്. ഇത് ബോധ്യമാകണം. ഇത് പിണറായി വിജയനോട് നടത്തുന്ന എതിർപ്പിന് തുല്യമായിട്ടൊരു എതിർപ്പല്ലത്. ഇതൊരു ഒരു 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 അഭ്യർത്ഥനയാണ്. നിങ്ങൾ മോശമാകരുത്, നിങ്ങൾ നന്നാവണം എന്നുള്ളൊരു അഭ്യർത്ഥന. അത് ആ ഒരു ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ ഇവരൊക്കെ കേട്ടാൽ ഇവർക്ക് നല്ലത്. തീർച്ചയായിട്ടും. എന്തായാലും അതാണ് പറയാനുള്ളത്. ഇതൊരു അടച്ചാക്ഷേപിക്കലല്ല, മെച്ചപ്പെടണം, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ കാര്യങ്ങൾ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചർച്ചയാണിത്. ഈ ചർച്ചയിൽ ഉയർന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ ആ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് അവസാനം ഇവിടെ പറയാനുള്ളത്. കാരണം 100-300 പേർ അക്രമാസക്തരായി തടിച്ചുകൂടിയപ്പോൾ അവിടെ തോക്കുണ്ടോ എന്ന് പരതി നിന്ന, അല്ലെങ്കിൽ നേതാക്കൾക്ക് മുന്നിൽ കൈകൂപ്പി ഓച്ചാനിച്ച് നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല കേരളത്തിന് വേണ്ടത്. അവിടെ പൊട്ടിക്കാതിരുന്ന തോക്ക് 20-10 പേർ കൂടിയപ്പോൾ പൊട്ടിച്ച പോലീസിനെ നമ്മൾ കണ്ടു. അവിടെയാണ് സംശയമുയർന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെ കറക്ഷണൽ നടപടികളുമായി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി വന്നു എന്നുള്ള അഭിപ്രായം ശക്തമായി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് നേരെ ചൊവ്വേ പോയി കഴിഞ്ഞാൽ പോലീസിന് നല്ല പേരുണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ ബി അശോക് എന്ന IAS ഉദ്യോഗസ്ഥൻ, അതിനോടൊപ്പം തന്നെ N പ്രശാന്ത് എന്ന IAS ഉദ്യോഗസ്ഥൻ, ഇവരെയൊക്കെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൂടുതൽ വേഗത്തിൽ നടപടി വേണ്ടുന്ന വകുപ്പുകളിലേക്ക് നിയമിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടി വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം പറയാതെ വയ്യ. ഉറങ്ങിക്കിടന്ന, ചത്തുമലച്ച് കിടന്ന CPM-ന്, പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കലായി പോയി ഈ ദേവസ്വം വകുപ്പിലെ ഗവൺമെൻറ് സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കപ്പെട്ട B പ്രദീപിൻ്റെ കാര്യം. അദ്ദേഹം KB പ്രദീപ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു എങ്കിൽ തന്നെയും ഈ ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ദേവസ്വം മന്ത്രി പോലും അറിയാതെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ നല്ല കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു സർക്കാരിൽ നിന്നും. വളരെയധികം നന്ദി സാർ, ഇത്തരം സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.